ഒന്ന് നെബുലൈസേഷൻ്റെ ഓവർ യൂസ്, പിന്നെ സിവിയർ ആയിട്ടുള്ള ഒരു കുട്ടിയിൽ വീട്ടിൽ നെബുലൈസേഷൻ എടുക്കുന്നത് ഭയങ്കര അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. ഹായ് മാം, ഇൻഹേലേഴ്സിനെ പറ്റി കേൾക്കുമ്പോൾ പല പേരൻസിനും ഭയങ്കര അതിന് ആശങ്കയുണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഒരു മെഡിസിൻ ഡയറക്റ്റ്ലി എയർവേയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ഡിവൈസാണ് ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ MDIs. അപ്പം ഇതിൻ്റെ ഫാസ്റ്റർ ആക്ഷനാണ്, ഏറ്റവും മിനിമൽ സിസ്റ്റമിക് സൈഡ് എഫക്ട്സും ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റിയിലായിരിക്കും മെഡിസിൻ എത്തുന്നത്. ഇത് കുട്ടികളിൽ സേഫ് ആണോ ഇൻഹേലേഴ്സ്? കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് വളരെ സേഫ് ആയിട്ടുള്ളൊരു മെഡിക്കേഷൻ മെത്തേഡാണ്. ഇൻഹേലേഴ്സ് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് ഒരു പേടിയുണ്ട്, ഇത് അഡിക്ഷൻ ആകുമോ എന്നുള്ളത്. അങ്ങനെ ഒരു ഇതുണ്ടാവും? വളരെ കോമൺ ആയിട്ടുള്ളൊരു മിത്താണിത്. ഇൻഹേലേഴ്സിന് അഡിക്ഷനോ ഡിപ്പെൻഡൻസിയോ തീരെയില്ല. ഇൻഹേലേഴ്സ് ആണോ നെബുലൈസേഷൻ ആണോ കൂടുതൽ ബെറ്റർ കുട്ടികളിൽ? ഐ വുഡ് സജസ്റ്റ് ഇൻഹേലേഴ്സ്. കാരണം അത് ക്വിക്കാണ്, അതുപോലെ തന്നെ സ്മോൾ ക്വാണ്ടിറ്റി മെഡിസിനേ പോകുന്നുള്ളൂ, പിന്നെ പെട്ടെന്ന് എടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇൻഹേലർ നമ്മുടെ ടാബ്ലറ്റ്സിനേക്കാളും സിറപ്പിനേക്കാളും നല്ലതാണോ അതോ ചീത്തയാണോ? 100% നല്ലതാണ്. നെബുലൈസേഷൻ നമുക്ക് വീട്ടിൽ ചെയ്യണ്ട എന്ന് പറയുമല്ലോ ഡോക്ടേഴ്സ്, അത് എന്തുകൊണ്ടാണ്? ഒന്ന്, നെബുലൈസേഷൻ്റെ ഓവർ യൂസ് ഭയങ്കര കൂടുതലായിട്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരോട് ചോദിച്ചാലും പറയും എൻ്റെ വീട്ടിൽ നെബുലൈസർ ഉണ്ട് ഡോക്ടറെ എന്ന് പറയും. അപ്പം ഓവർ യൂസ് ഉണ്ടാവുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, നെബുലൈസേഷൻ്റെ അതിൻ്റെ ഡ്രഗ് ഡോസേജ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ സിവിയർ ആയിട്ടുള്ള ഒരു കുട്ടിയിൽ വീട്ടിൽ നെബുലൈസേഷൻ എടുക്കുന്നത് ഭയങ്കര അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. ഒരു കുട്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഒരു ഡോക്ടർക്ക് നേരിട്ട് കണ്ട് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിൽ സിവിയറായിട്ട് ഇൻഫെക്ഷൻ ഉള്ളൊരു കുട്ടി നെബുലൈസ് ചെയ്യുവാണെങ്കിൽ ആ കുട്ടിയുടെ ലൈഫിന് തന്നെ വേണമെങ്കിൽ അത് ആപത്താകും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി നെബുലൈസ് ചെയ്യിക്കണം. എന്തിനാണ് ഇൻഹേലേഴ്സിനൊപ്പം സ്പേസേഴ്സ് യൂസ് ചെയ്യുന്നത്? കുട്ടികൾ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഇൻഹേലേഷൻ നടക്കാനും അതേപോലെ തന്നെ മൗത്തിലും ത്രോട്ടിലും ഡെപ്പോസിറ്റ്സ് ഉണ്ടാവാതിരിക്കാനും സ്പേസേഴ്സ് ഹെൽപ്പ് ചെയ്യും. കുറച്ചുകൂടി നന്നായിട്ട് മെഡിസിൻ എയർവേയിൽ എത്താനും ഹെൽപ്പ് ചെയ്യും.